ഹായ് ഗൈസ്, മറ്റൊരു ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും കുറിച്ച്. അതായത് അഫ്ഗാനിസ്ഥാന്റെ ചിക്കൻ നെക്ക് കൊറിഡോറിനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്ത് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ഒരു സ്ട്രോങ് മെസ്സേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ചിക്കൻ നെക്ക് എങ്ങാനും നിങ്ങൾ കൺട്രോൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫുൾ യുദ്ധത്തിലോട്ടും ഞങ്ങൾ വരാൻ തയ്യാറാണെന്ന്. അപ്പോൾ എന്താണ് ഈ ചിക്കൻ നെക്ക്? മാത്രം ഇമ്പോർട്ടന്റ് ആണ് അഫ്ഗാനിസ്ഥാനെ. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അതായത് വഹാൻ കൊറിഡോർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കൊറിഡോർ ഉണ്ട്. അപ്പോൾ ഈ കൊറിഡോർ നമുക്ക് എങ്ങനെ നമ്മുടെ സിലിങ്ങറി കൊറിഡോർ ഉണ്ടോ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കൊറിഡോർ ആണ് ഈ വഹാൻ കൊറിഡോർ. ഇത് ഒരു രാജ്യത്തിന് മാത്രമല്ല, കുറെ രാജ്യത്തിന്, ഈവൻ ഇന്ത്യക്ക് പോലും ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എന്താ നമുക്ക് നോക്കാം. അതായത് ഈ കൊറിഡോറിന്റെ മാപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ മാപ്പ് ഒന്ന് എടുത്ത് നോക്കുക. അതിന്റെ ഒരു ഷോർട്ട് ഫേസസ് ആണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ ഷോർട്ട് ആയിട്ട് ഒരു ചെറിയൊരു സ്ഥലം പോയി അവസാനിക്കുന്നു. ഇതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിന് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് തജിക്കിസ്ഥാനിലോട്ടും പോകാം, അതുപോലെ തന്നെ ചൈനയിലോട്ടും പോകാം, അതുപോലെ തന്നെ നമ്മുടെ POK അതായത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ, അതായത് ഇന്ത്യയുടെ ആ ഒരു ഭാഗത്തോട്ടും പോകാം. അപ്പോൾ അഫ്ഗാനിസ്ഥാന് ഈ 3 പ്രധാന രാജ്യങ്ങളിലോട്ടും സെൻട്രൽ ഏഷ്യയിലോട്ടെല്ലാം കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കൊറിഡോറാണ് ഈ വഹാൻ കൊറിഡോർ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാൻ ഇത് ലക്ഷ്യമിടുന്നത് ചൈന ഇത് ഇൻഡയറക്റ്റ് ആയി സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊറിഡോർ പാകിസ്ഥാന്റെ കൈവശം പോകുകയാണെങ്കിൽ സെൻട്രൽ ഏഷ്യയിലോട്ട് പാകിസ്ഥാനിന് വേറെ വഴി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് അതായത് ഇതിലൂടെ തന്നെ പോകാം. അതുപോലെ തന്നെ ചൈനയ്ക്കും ഇതിലൂടെ പാകിസ്ഥാന്റെ അതായത് ഈ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ അതായത് താലിബാന്റെ അടുത്ത് ചൈനയ്ക്ക് അത്ര ഇൻഫ്ലുവൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതായത് ഈ പാകിസ്ഥാന്റെ ഈ ഒരു കൊറിഡോർ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എക്കണോമിക് കൊറിഡോറും ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചൈനയ്ക്കും നല്ലവണ്ണം അറിയാം. അത് മാത്രമല്ല, ഇത് POKയുടെ അടുത്തും കൂടിയാണ്. അപ്പോൾ ഈ POK എന്നാണെങ്കിലും ഇന്ത്യ പിടിച്ചെടുക്കുമെന്ന് ചൈനയ്ക്കും നല്ലവണ്ണം അറിയാം, പാകിസ്ഥാനും നല്ലവണ്ണം അറിയാം. ഇതുകൊണ്ട് എന്താണ്, അതായത് ഇങ്ങനെ POK പിടിച്ചെടുക്കുകയാണെങ്കിൽ അതായത് ഈ അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കും നല്ല റിലേഷനാണ്. അതായത് ഇപ്പോൾ താലിബാനുമായിട്ട് അതായത് വലിയ മോശമില്ലാത്ത റിലേഷനാണ്. ഇതുകൊണ്ട് ഇവര് തമ്മിലുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം ഇച്ചിരി കൂടെ എളുപ്പമാകും. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഡയറക്റ്റ് ആയിട്ട് സെൻട്രൽ ഏഷ്യയിലോട്ട് ആക്സസ് കിട്ടുമെന്നും അറിയാം. അതുപോലെ തന്നെ റഷ്യയുമായിട്ട് ഡയറക്റ്റ് ആയി നമ്മൾ ഇപ്പോൾ ഇറാൻ വഴി ചുറ്റി പോകുന്നത് ഇത് ഡയറക്റ്റ് ആയി പോകാനും പറ്റും എന്നറിയാം. അപ്പോൾ ഇന്ത്യനെ മെയിൻ ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും കൂടെ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വഹാൻ കൊറിഡോർ എന്ന് പറയുന്ന ഇത് പണ്ട് തൊട്ടേ ഡിസ്പ്യൂട്ടഡ് ആയ സംഭവമാണ്. അതായത് പണ്ട് റഷ്യയും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഈ അഫ്ഗാനിസ്ഥാനെ പിടിച്ചെടുക്കുന്ന സമയം തൊട്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നമാണ്. അതായത് അവര് ആര് കൺട്രോൾ ചെയ്യും എന്നുള്ളത് തന്നെ വലിയൊരു ചോദ്യമാണ്. കാരണം ഇത്രയും രാജ്യങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലം, അതും ഒരു ചെറിയൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഇത് ആരുടെ കൈ കിട്ടുന്നോ അവർ എന്തായാലും ഇച്ചിരും കൂടെ ഒരു കൈ മേലെ നിൽക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഇപ്പോൾ അതായത് പാകിസ്ഥാൻ ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അഫ്ഗാനിസ്ഥാൻ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ പറയുന്നത് അതായത് പണ്ട് അതായത് ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഈ താലിബാനെ തിരിച്ചു കൊണ്ടുവന്നത്. അതായത് അഫ്ഗാനിസ്ഥാനെ അമേരിക്ക പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുറെ താലിബാനെ എല്ലാം തന്നെ ഇതേ പാകിസ്ഥാനിലോട്ടാണ് തിരിച്ചു വിളിച്ചത്. പാകിസ്ഥാനിൽ വന്ന് ഇവര് ഇന്ത്യക്കെതിരെ തിരിയും എന്നാണ് പാകിസ്ഥാൻ ഒരു കണക്ക് കൂട്ടിയത്. പക്ഷെ അന്ന് തന്നെ അമേരിക്ക പറഞ്ഞു, അതായത് ശത്രുവിനെ കൊല്ലാൻ വേണ്ടി ഒരു പാമ്പിനെ നീ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ പാമ്പ് പിന്നെ നിന്നെ തന്നെ കടിക്കുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നത്. അതായത് അന്ന് നമ്മളെ കൊല്ലാൻ വേണ്ടി അവരൊരു പാമ്പിനെ ഈ താലിബാനെ തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന ഇവരെ നാട്ടിലോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് അതായത് താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യനെ എതിർക്കുന്നുമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഇവർക്കെതിരെ തന്നെ അറ്റാക്കുകൾ നടത്താൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ അതായത് ഈ താലിബാൻ എന്തായാലും അവർക്കെതിരെ അറ്റാക്കുകൾ നടത്തുമ്പോൾ അവരും ചുമ്മാ ഇരിക്കില്ലല്ലോ. അപ്പോൾ അവരും പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെയും പാകിസ്ഥാൻ ആർമിക്കെതിരെയും തിരിയാൻ തുടങ്ങി. അപ്പോൾ ഇത് അവിടെയുള്ള ഗവൺമെന്റിനും ആർമിക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അത് മാത്രമല്ല, ഇങ്ങനെ അറ്റാക്കുകൾ നടത്തുന്നതുകൊണ്ട് 2021 താലിബാൻ അവിടെ അഫ്ഗാനിസ്ഥാനെ കൺട്രോൾ എടുത്തുകൊണ്ട് തന്നെ ഈ തെഹ്രീക്ക് താലിബാനും ഇച്ചിരി കൂടെ സ്ട്രോങ് പ്രസൻസ് തുടങ്ങി. അതായത് താലിബാനിന് ചെറിയ സപ്പോർട്ട് അല്ലാതെ തന്നെ ഈ തെഹ്രീക്ക് താലിബാനും കിട്ടുന്നുണ്ട് എന്നാണ് പല അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളും പറയുന്നത്. അപ്പോൾ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ അതായത് താലിബാനും തെഹ്രീക്ക് താലിബാനും ചേർന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ തന്നെ മൂവ് ചെയ്യാണ്. ഇത് പാകിസ്ഥാനെ ഇഷ്ടപ്പെടുന്നില്ല. ഈ വർഷം മാത്രം ഏകദേശം 420 അറ്റാക്കുകളാണ് ഈ തെഹ്രീക്ക് താലിബാൻ ഈ ബൽച്ചിസ്ഥാൻ അതുപോലെ തന്നെ ഈ ഖൈബർ തുടങ്ങിയ പ്രൊവിൻസിലെല്ലാം തന്നെ ഈ ബോർഡർ പ്രൊവിൻസിലെല്ലാം തന്നെ പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്നത്. ഇതിൽ കുറേയധികം പാകിസ്ഥാൻ ആർമിയും സിവിലിയൻ ഒക്കെ കൊല്ലപ്പെട്ടു.
അപ്പോൾ ഇതെല്ലാം കൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അത് പാകിസ്ഥാന് ഇന്റേണൽ പ്രശ്നംസ് ഉണ്ടാക്കി. ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഈ വഹാൻ കൊറിഡോർ എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ TTP അല്ലെങ്കിൽ തെഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്ന ഇവരുള്ളത്. ഇവരെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യണം, എന്നാൽ മാത്രമോ ഞങ്ങളുടെ സിവിലിയൻസിനും ഞങ്ങളുടെ ആർമിക്കും സേഫ്റ്റി ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് താലിബാൻ കേസെടുത്തോട് വരുന്നത്. അതായത് അവര് നിങ്ങളുടെ നാട്ടിൽ അറ്റാക്കുകൾ നടത്തിയില്ലെങ്കിൽ അത് നിങ്ങളുടെ നാട്ടിൽ തന്നെ അവസാനിപ്പിച്ചോണം, അല്ലാണ്ട് താലിബാൻ കൺട്രോൾ ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലോട്ട് വരാൻ പാടില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ നിങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും അറ്റാക്കുകൾ നടത്തുകയാണെങ്കിൽ ഫ്യൂച്ചർ ആയിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഓൾറെഡി 15,000 താലിബാൻ ട്രൂപ്സ് ബോർഡറിൽ വന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അവരുടെ ടാങ്ക്സുകൾ പലതും ബോർഡറിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇനിയും ഇതിലോട്ട് അറ്റാക്കുകൾ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ എയർ സ്ട്രൈക്സ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ വലിയൊരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അതിൽ നിങ്ങളെ ഞങ്ങൾ ഇല്ലാണ്ടാക്കും. അത് മാത്രമല്ല ഗ്രേറ്റർ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റും ഉണ്ട്. അതായത് അവർ വരച്ചിരിക്കുന്ന ലൈൻ ശരിയല്ല എന്ന് പണ്ട് തൊട്ടേ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. അതും ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിവിയർ ത്രെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ അതായത് യുദ്ധം ചെയ്യുന്ന അവസ്ഥയിലല്ല പാകിസ്ഥാനും ഈ താലിബാനും ഉള്ളത്. പക്ഷെ രണ്ടുപേരുടെയും ഈഗോ നോക്കുകയാണെങ്കിൽ, അതായത് താലിബാന്റെ ഈഗോ നോക്കുകയാണെങ്കിൽ, അതായത് അവർക്ക് അങ്ങനെ രാജ്യം എന്നല്ല, അതായത് അവരവരുടെ ഈഗോ മാത്രമോ എണ്ണം നോക്കുന്നത്. അപ്പോൾ ഇനിയും പാകിസ്ഥാൻ ഒരു റോങ് സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് അത് വലിയൊരു നൈറ്റ്മെയർ ആയി തീരും എന്നുള്ളത് മാത്രമല്ല, പാകിസ്ഥാന്റെ ആർമി തന്നെ വലിയ ക്ഷീണത്തിലോട്ട് പോകും എന്നുള്ളത് യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു അറ്റാക്കുകൾ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കൊറിഡോർ അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ ഉള്ളത് തന്നെയാണ് നമുക്കും നല്ലത്. അതായത് നമ്മുടെ POK എല്ലാം തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ആ ഒരു സമയത്തെ നമുക്ക് എളുപ്പത്തിൽ ഇതിലൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.